നമ്മുടെ നാട്ടിൽ നിന്ന് ജോർജിയയിലോട്ട് പഠിക്കാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണോ ചൂസ് ചെയ്യുന്നത്? ഈ പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് അവർ ഒരു ബിൽഡിംഗ് മാത്രം കാണിച്ചിട്ട് 2000-3000 സ്റ്റുഡൻസിനെ അവിടെ കൊണ്ടുപോയി ഇടുന്നു. എന്നിട്ട് അവർ ഈ ബാക്കി സ്റ്റുഡൻസ് ആണ് പെട്ടുപോകുന്നത്. അവർക്ക് പ്രാക്ടിക്കൽ ഇല്ല, ഒന്നുമില്ല. കാരണം ഇവർക്ക് ആർക്കും സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഇല്ല. സോ ഇവർ പോകുന്നത് എങ്ങനെയാണ്? നീറ്റ് ക്വാളിഫൈ ആകത്തില്ല, അല്ലെങ്കിൽ 50% മാർക്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ക്വാളിഫൈ ആവാത്തയും അതിപ്പോ കേരളത്തിൽ മാത്രമെന്നല്ല ഞാൻ പറയുന്നത്, ഇന്ത്യ മൊത്തത്തിൽ. ഈവൻ GCC-യിലും ഉണ്ട് നമ്മളെ സ്റ്റുഡൻസും കാര്യങ്ങളും എല്ലാം. ഇവരെല്ലാം എങ്ങനെയാണ് പോകുന്നത്? പിന്നെ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ നീറ്റ് ക്വാളിഫൈ മസ്റ്റ് ആണ് നമുക്ക് വിസ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ചിലവർ ഉടായ്പ കാണിക്കുന്നുണ്ട്, വേറെ കോഴ്സസിന് എൻറോൾ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന. there is no use. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ വരുമ്പോൾ ഈ പഠിക്കാൻ ഇന്റന്റ് ഉള്ള ആൾക്കാർക്ക് പോലും പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഇഷ്ടത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ ആ ഒരു പാഷൻ വെച്ചിട്ട് അവർക്ക് വേണ്ട ഒരു പ്രാക്ടിക്കൽ പോലും അവർക്ക് കിട്ടുന്നില്ല. അവരും കഷ്ടപ്പെടുകയാണ്. ഈ ഡിഗ്രി സേക്ക് ചെയ്ത് വരുന്ന സ്റ്റുഡൻസ് ഒരു സൈഡില്, നല്ല സ്റ്റുഡൻസ് വേറൊരു സൈഡില്, അങ്ങനെയാണ് ഇരിക്കുന്നത്.